നമുക്ക് ആരംഭിക്കാം. ഏകാദശ സ്കന്ധം 2-ാം അധ്യായം ശ്ലോകം 25. ഏകാദശ സ്കന്ധം 2-ാം അധ്യായം ശ്ലോകം 25. താം ദൃഷ്ട്വാ സൂര്യസംകാശൻ മഹാഭാഗവതം നൃപാം യജമാനോ അഗ്നയോ വിപ്രാ സർവേവോ തതസ്ഥിരേ. താൻ ദൃഷ്ടു അവരെ കണ്ടിട്ട് ഭഗവത് പറഞ്ഞ സ്ഥലം എന്താണ്? അവരെ നവയോഗികൾ 9 പേരും പരമഹംസന്മാരായ അവർ 9 പേരും കൂടിയാണ് യദു ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആജ്ഞശാലയിലേക്ക് കടന്നിരുന്നു. ഇവർ എന്നാണ് പറഞ്ഞു വെച്ചത്. നാരദനും വസുദേവരും തമ്മിലുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ഈ പരമ ഭാഗവതന്മാരെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നാരദൻ യദു ചക്രവർത്തിയും നവയോഗിയിൽ നിന്നുള്ള സംവാദം വിവരിക്കാം. അതിന്റെ ആമുഖമാണ് നമ്മളിപ്പോ പറഞ്ഞത്. താന്ന് വെച്ചാൽ അവരെന്ന് വെച്ചാൽ ഈ 9 പേര് ദൃഷ്ടുവാക്കാൻ കിട്ട് സൂര്യസംകാശ, സൂര്യന് സംകാശം തുല്യമാണ്. സൂര്യസംകാശ, സൂര്യന് തുല്യരായ ഇവരെ കണ്ടിട്ട് ഇവര് മഹാഭാഗവതാണ്, വലിയ ഭഗവത് ഭക്തന്മാരായ ഇവരെ കണ്ടിട്ട് അല്ലയോ രാജാവേ, യജമാനൻ അഗ്നയ, അഗ്നികൾ, വിപ്രാഹ, വിപ്രന്മാർ, സർവ ഏവ ഉപസ്ഥിതേ, എല്ലാവരും അടുത്തു ചെന്ന് ആരാധിച്ചു. ഇദ്ദേഹം യജ്ഞശാലയിലേക്ക് കടന്നു വന്നപ്പോ തന്നെ ആഹവനീയാദികളായ 3 അഗ്നികള്, യജമാനൻ, അവിടെ കൂടിയിരിക്കുന്ന ഋത്തുക്കളായ വിപ്രന്മാർ, ഇവരെല്ലാം അഗ്നി പോലും എഴുന്നേറ്റ് ചെന്നു ഇവരെ ആരാധിക്കാൻ. കാരണം അഗ്നിക്ക് രൂപമുണ്ട്, അതുകൊണ്ടാണ്. ആകൃതിയുണ്ട് അഗ്നിക്ക്. അഗ്നി കത്തിയും കാണുന്ന ഒരു ആകൃതി കൂടിയാണ്. ആകൃതിയുള്ളതെല്ലാം രൂപമുള്ള വസ്തുക്കളൊക്കെ ചലനാത്മകമാണ്. അതുകൊണ്ട് അഗ്നിയും ഋത്തുക്കളും യജമാനനും എല്ലാവരും എഴുന്നേറ്റ് എന്ന് അദ്ദേഹത്തെ അടുത്ത് ചെന്ന് വന്ദിച്ചു, ആരാധിച്ചു. താൻ ദൃഷ്ട്വാ സൂര്യസംകാശം മഹാഭാഗവതം നൃപാം യജമാനോ അഗ്നയോ വിപ്രാ സർവേവോ തതസ്ഥിരേ. താൻ ദൃഷ്ട്വാ സൂര്യസംകാശം മഹാഭാഗവതം നൃപാം യജമാനോ അഗ്നയോ വിപ്രാ സർവേവോ തതസ്ഥിരേ. ദേഹസ്ഥാനവികൃത്യ നാരായണപരായണ പ്രീതസംപൂജയം ചക്രേ ആസനസ്ഥന്യധരുതത. ഇദ്ദേഹ താൻ അഭിപ്രീത്യ, ഇദ്ദേഹം അല്ലെങ്കിൽ നിമി ചക്രവർത്തി താൻ അവരെ അഭിപ്രീത്യ അറിഞ്ഞിട്ട്, അവരെ ശരിക്കും മനസ്സിലായിട്ട്, അവര് ഭഗവത് ഭക്തന്മാരിൽ വെച്ച് മുഖ്യന്മാരാണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. കാരണം അവരുടെ ഉള്ളിൽ രാഗാദികളായ മാലിന്യം ഇല്ലാത്തത് കൊണ്ട്, അന്ധകരണ ശുദ്ധമായതുകൊണ്ട് വിഷയങ്ങളോട് വിരക്തി ഉണ്ടായി അവർക്ക് അപജ്ഞാനം. ഇതാണ് ജ്ഞാനസമ്പാദനത്തിന്റെ ലക്ഷ്യം. ആദ്യം വേണ്ടത് രാഗദ്വേഷാദികളായ മാലിന്യങ്ങൾ ഉള്ളിൽ കടക്കാതിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഉള്ളു ശുദ്ധം. അങ്ങനെ ശുദ്ധമായാലേ വിരക്തി ഉണ്ടാവും, അപ്പോഴേ ഭക്തി ഉണ്ടാവും, അപ്പോഴാണ് പരമഭാഗവതൻ എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഇതിൽ ആശങ്കയുണ്ടാകാം, എല്ലാവരിലും ഇല്ലേ ഈശ്വര ചൈതന്യം കൊണ്ട് സകല മനുഷ്യനും ഉണ്ട്.
പിന്നെ എന്താണ് ഇതിൽ മാത്രം ഇത്ര പ്രകടമായി കണ്ട് വന്ദിക്കാൻ നമസ്കരിക്കാൻ തോന്നിയത്? കാരണം ഇവരിൽ രാഗദ്വേഷാദികളില്ല. നമ്മിലൊക്കെ രാഗദ്വേഷാദികൾ ഉള്ളത് കൊണ്ട് ഈശ്വര ചൈതന്യം സ്ഫുടമായി കാണില്ല. കണ്ണാടിയിൽ ചെടി പുരണ്ടാൽ അത് നന്നായി പ്രതിബിംബിപ്പിക്കില്ല. ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ രാഗാദികളായ ചെടി നിറഞ്ഞിരുന്നാൽ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യം പ്രതിബിംബം ആർക്കും അനുഭവിക്കാൻ പറ്റില്ല. ഇതാണ് ഭഗവത് ഭക്തന്മാരും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഇദ്ദേഹത്താൻ അഭിപ്രേത്യ, ഇദ്ദേഹം അവരെ അറിഞ്ഞിട്ട് എങ്ങനെ നാരായണപരായണന്മാരാണ് എന്നറിഞ്ഞിട്ട് സന്തുഷ്ടനായി. സംപൂജയാം ചക്രേ പൂജിച്ചു. ആസനസ്ഥാൻ യഥാർഹത, അർഹതയനുസരിച്ച് 9 പേരെയും 9 പീഠത്തിലിരുത്തി പൂജിച്ചു, ആരാധിച്ചു. വിദേഹസ്ഥാൻ അഭിപ്രേത്യ നാരായണപരായണൻ പ്രീത സംപൂജയ ചക്രേ ആസനസ്ഥാൻ യഥാർഹത. വിദേഹസ്ഥാൻ അഭിപ്രേത്യ നാരായണപരായണൻ പ്രീത സംപൂജയ ചക്രേ ആസനസ്ഥാൻ യഥാർഹത. താൻ രോചമാനാൻ സ്വരുജാമാൻ നവാം പപ്രച്ഛ പരമപ്രീത പ്രശ്രയാം. താൻ സാറേ ഒരു മിനിറ്റ്, 36 വരെ എടുത്തതല്ലേ സാറേ? 36 വരെ എടുത്തതാ. കായനവാച മനസേന്ദ്രിയ അതുകൂടെ എടുത്തതാ കഴിഞ്ഞ 27-ാം തീയതി. 37 എടുക്കട്ടെ. ഇനി 37 എടുക്കേണ്ടത്. ആരും പറഞ്ഞില്ല. ഞാൻ അസുഖം മൗനം നടിച്ചിരുന്നത് എനിക്ക് തെറ്റിതാണോ എന്ന് അറിയാൻ വേണ്ടി. ഞാനും ആരും പറയാതെ എനിക്ക് തെറ്റിപ്പോയതാണോ എന്ന് നോക്കി ഞാൻ പഴയത് കേട്ട് നോക്കി. കായേന മാറ്റാ മനസ്സിൻ വരെ എടുത്തത്. അവിടെ വരെ എടുത്താ സാർ. 37-ാമത്തെ എടുക്കാം. അയം ദ്വിതീയാഭിനിവേശത സ്യാത് ഈശാദവേദസ്യ വിപജ്യോ സ്മൃതി തന്മായയാതോ ബുധ ആഭജേത്തം ഭക്തികേശം ഗുരുദേവതത്മ. ഭയം ദ്വിതീയ അഭിനിവേശത, രണ്ടിൽ നിന്ന് 2 അഭിനിവേശിച്ചെങ്കിൽ മാത്രമേ ഭയം ഉണ്ടാവുള്ളൂ. ഒന്ന് മാത്രമായി ഉള്ളിലിരുന്നാൽ ഭയം ഉണ്ടാവില്ല. 2 എന്നത് അഭിനിവേശം ഉള്ളിലുണ്ടായാൽ അപ്പൊ ഉണ്ടാകുന്നതിന്റെ പേരാണ് ഭയം എന്ന്. ഒറ്റ ബുദ്ധികളുണ്ടെങ്കിൽ ഭയമില്ല. ബുദ്ധി 2, 3, 4 എന്നിങ്ങനെ പലതായാൽ പിന്നെ ഭയം മാത്രമേ ഉള്ളൂ. നമ്മളെയൊക്കെ ഭയത്തിന്റെ കാരണം നമ്മുടെ ബുദ്ധി പലതാണ് എന്നുള്ളത് കൊണ്ടാണ്. ഭയം ദ്വിതീയ അഭിനിവേശത സ്യാത് ഈശാദ അപേതസ്യ വിഭജ്യോ അസ്മൃതി. ഈശ്വരനിൽ നിന്നും അപേതനായവൻ, മാറി നിൽക്കുന്നവൻ, വിമുഖനായവൻ. ഈശാദ അപേതസ്യ വിഭജ്യ, വിപരീത ഭാവത്തോടുകൂടി നിൽക്കുന്നവൻ. അസ്മൃതി, അങ്ങനെ സ്വരൂപത്തെക്കുറിച്ചുള്ള സ്മൃതി ഉണ്ടാവില്ല. ഈശാദ അപേതസ്യ വിഭജ്യോ അസ്മൃതി. ഈശ്വരനിൽ നിന്ന് മാറി നിന്ന് സ്വരൂപ ഭാവത്തെ വിട്ട് വിപരീത ഭാവം ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഭഗവാനെ കുറിച്ചുള്ള സ്മൃതി ഉണ്ടാവില്ല. അസ്മൃതിയാണ്. തന്മായയാതോ ബുധ ആഭജേത്വം, അത് ഭഗവാന്റെ മായ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ബുധൻ, പണ്ഡിതൻ, ആത്മജ്ഞാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവൻ, ആഭജേത് തം, അവനെ തന്നെ ഭജിക്കേണ്ടതാണ്. ആഭജേ, അന്തിമം വരെ അവനെ തന്നെ ഭജിക്കണം. ഭക്തി ഐകേശം ഗുരുദേവതാത്മാ. ഭക്തിയോടെ ഏകദേശം ഒരിടത്തിരിക്കുന്ന ഗുരു ദേവതാത്മാ, ഗുരുവും ദേവതാത്മാവുമായ ആ
ഭഗവത് സ്വരൂപത്തെ, ഗുരുവിനെ തന്നെ ഈശ്വരനാണ് എന്ന ബുദ്ധിയോടുകൂടിയുള്ളവനായിട്ട് ആ ഈശ്വരനെ കേവലമായ ഭക്തിയോടെ മോക്ഷം ലഭിക്കുന്നത് വരെ ആ ഭജിക്കണം. അപ്പൊ രണ്ട് എന്നൊരു ഭാവന ഉള്ളിൽ വരുമ്പോഴാണ് ഭയം ഉണ്ടാകുന്നത്. രണ്ട് എന്നൊരു ഭാവന ഉണ്ടായാൽ ഈശ്വരൻ പലതാണ് എന്നിങ്ങനെ തോന്നും. പലതായി മാറുമ്പോൾ ആദ്യം കണ്ട ഭാവത്തെ അല്ല പിന്നീട് കാണുന്ന, പിന്നീട് മറ്റൊന്ന്, പിന്നീട് മറ്റൊന്ന്, പിന്നീട് മറ്റൊന്ന്, ഇങ്ങനെ വരുമ്പോൾ യഥാർത്ഥമായ ഈശ്വര ചൈതന്യം നമ്മിൽ നിന്നും മാറിപ്പോയിട്ട് അതിന് വിപരീതമായ പലതും ഉള്ളിൽ ഉറപ്പിച്ചു വരുമ്പോൾ യഥാർത്ഥമായ ഭഗവത് സ്മൃതി ഉണ്ടാവില്ല. അത് മായ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ബുധന്മാർ മായ ബാധിക്കാത്ത വിധത്തിൽ ആ ഭഗവത് സ്വരൂപത്തെ മാറാതെ ഭജിക്കണം. ഒന്നായി തന്നെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് ഭജിക്കണം. അങ്ങനെ ഏകദേശമായ ഭക്തി കൊണ്ട് ഒന്നിൽ മാത്രം ഉറയ്ക്കുന്ന ഭക്തിയുണ്ട്. ഏകദേശം, ഒരു ദേശത്തിൽ മാത്രമുള്ളത് എന്നാണ് മലയാളത്തിലെ ഏകദേശമൊന്നുമല്ല. ഒന്നിൽ മാത്രം ഉറയ്ക്കുന്ന ഭക്തി ഉണ്ടായാൽ ഗുരുവും ദേവനും ഒന്നാകും, രണ്ടില്ല. ഗുരു വേറെ ഈശ്വരൻ വേറെ എന്ന് കണ്ടാൽ രണ്ടായി, ദ്വിതീയാദ്വൈഭയോജാത. അതേസമയത്ത് ഗുരുവും ഈശ്വരനും ഒന്നാണ് എന്ന് ആത്മബോധത്തിൽ ഉറച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ഭജിക്കുന്നതെങ്കിൽ അദ്വൈതബോധം ഉള്ളിലുണ്ടാകും. അപ്പോഴേ ഭഗവത് സ്മൃതി ഉണ്ടാവുള്ളൂ. അതാണ് യഥാർത്ഥമായ ഒരു പരമഭാഗവതന്റെ ലക്ഷണം എന്നിങ്ങനെ പറഞ്ഞു വരികയാണ്. അയം ദ്വിതീയാഭിനിവേശതസ്യ ഈശാദഭേദസ്യ വിഭജ്യോ സ്മൃതി തന്മായയാതോ ബുധ ആഭജേത്തം ഭക്തിയേശം ഗുരുദേവതത്മാം. അയം ദ്വിതീയാഭിനിവേശതസ്യ ഈശാദഭേദസ്യ വിഭജ്യോ സ്മൃതി തന്മായയാതോ ബുധ ആഭജേത്തം ഭക്തിയേശം ഗുരുദേവതത്മാം. അവിദ്യമാനോപ്യവഭാതിദ്വയോ ധ്യാതുർധിയാ സ്വപ്നമനോരഥോ യഥാ തത്കർമ്മസങ്കൽപ്പ വികൽപകം മനോബുധോ നിരുന്ധ്യാദഭയം തപസ്യാദ്. അവിദ്യമാനോ അഭി അവഭാതിദ്വയ. ദ്വയ രണ്ടാമത് എന്നുള്ളത് അവിദ്യമാനഹ അഭി ഇല്ലാത്തതാണെങ്കിലും സത്തായ വസ്തു ഈശ്വരൻ ഒന്നേ ഉള്ളൂ. പിന്നീട് മനസ്സിലേക്ക് കടന്നു വരുന്നതൊക്കെ അസത്തുകളാണ്, അവിദ്യമാനമാണ്, ഇല്ലാത്തതാണ്. അത് അവിദ്യമാനോ അപി അവഭാതി, എന്നാലും അത് ശോഭിക്കും. ധ്യാതുഹു ധിയ സ്വപ്നമനോരഥോ യഥ. ധ്യാതുഹു ധിയ, ധ്യാതാവിന്റെ ബുദ്ധിയാൽ, ധ്യാനിക്കുന്നവന്റെ ബുദ്ധിയാൽ അവന്റെ സങ്കല്പശക്തി കൊണ്ട് സ്വപ്ന മനോരഥവും യഥ, സ്വപ്നവും മനോരഥവും എന്ന പോലെ ഉള്ളതുപോലെ തോന്നിക്കാം. അവഭാതി. വാസ്തവത്തിൽ പരമാത്മാവിൽ രണ്ടായിരിക്കുന്ന ഒരവസ്ഥ ഇല്ല. അവ ഒന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഭാവന കൊണ്ടാണ് നമുക്ക്, നമ്മുടെ സങ്കല്പം കൊണ്ടാണ് ഉണ്ടായിട്ട് തോന്നുന്നത്. ഇല്ലാത്ത പലതും ഉള്ളതുപോലെ തോന്നിക്കുകയാണ് സ്വപ്നത്തിനെ പോലെ. സ്വപ്നത്തിലെ അനുഭവങ്ങൾ പലതും ഇല്ലാത്തതാണ്, ഉണ്ടെന്ന് തോന്നിക്കലാണ് അത്രയും സമയത്തേക്ക് മാത്രം. അതുകൊണ്ടാണ് സ്വപ്നവും മനോരഥവും ഉണ്ടാകുന്ന പോലെയാണ്. മനസ്സുകൊണ്ട് ഓരോന്ന് ധ്യാനിക്കുമ്പോൾ ആ ഭാവനയുടെ ബലം കൊണ്ട് ഇല്ലാത്തതാണെങ്കിലും മുമ്പിൽ കാണുന്ന പോലെ നമുക്ക് മനോരാജ്യത്തിൽ കണ്ട് ആസ്വദിക്കാം, അറിയാം. പക്ഷെ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കണ്ടില്ലേ, കണ്ടു, അനുഭവിച്ചില്ലേ, അനുഭവിച്ചു. സ്വപ്നത്തിൽ എന്തൊക്കെ കണ്ടു, അനുഭവിച്ചു.
ആന വന്ന് കുത്തി ചോര കഴുകി ഞാൻ താഴെ വീഴുന്നു സ്വപ്നത്തിൽ കിടന്ന് അനുഭവിച്ചു. പക്ഷെ ഇതൊന്നും എന്നല്ല, വാസ്തവല്ല. ഞാൻ കടലിൽ തന്നെ കിടക്കാണ്, എന്റെ മേൽ ആന കുത്തിയിട്ടില്ല. പക്ഷെ ഞാൻ ഇത് കണ്ട് അനുഭവിച്ചില്ലേ? അനുഭവിച്ചു. ഞാൻ ഉറക്കെ വിളിച്ചു കരഞ്ഞു ഒക്കെ ചെയ്തില്ലേ? അപ്പൊ ഇതൊക്കെ ധ്യാനിക്കുന്നവന്റെ ബുദ്ധിയിൽ സങ്കല്പം കൊണ്ട് വന്നു ചേരുന്നതാണ് സ്വപ്ന മനോരഥങ്ങൾ പോലെ. തത്കർമ്മ സങ്കല്പ വികല്പകം മനോ. ആ കർമ്മം ഉണ്ടാകുന്നത് മനസ്സിന്റെ സങ്കല്പ വികല്പങ്ങൾ കൊണ്ടാണ്. മനസ്സിന് രണ്ട് ഭാവമുണ്ട്, സങ്കല്പിക്കുക, വികല്പിക്കുക. ഇത് രണ്ടും മനസ്സിന്റെ ഭാവമാണ്. അങ്ങനെയുള്ള മനസ്സിനെ ബുധൻ അറിവുള്ളവൻ, പണ്ഡിതൻ അതിനെ നിരൂപിക്കും, അങ്ങോട്ട് കടത്തിവിട്ടില്ല. അഭയം തതസ്യ, അപ്പൊ ഭയം പാടില്ല. ബുധന്മാർക്കാണ് മനസ്സിനെ അങ്ങോട്ട് കടത്തിവിടാതിരിക്കാൻ വേണ്ടി. അബുധന്മാർ ധ്യാനിക്കാൻ ചെന്നിരുന്നാൽ ആ ധ്യാനാവസ്ഥയിൽ ശ്രീകൃഷ്ണ സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിക്കാൻ ആഗ്രഹിച്ചു ചെന്നിരിക്കുമ്പോൾ മറ്റുള്ള ഭൗതിക വിഷയങ്ങൾ ഓരോന്നായി കടന്നു കയറി വരും. ഇടയ്ക്കൊന്ന് കൃഷ്ണനെ കണ്ട അപ്പോഴേ പോയി. കൂടുതൽ സമയവും ഭൗതിക വിഷയങ്ങൾ കാണുകയാണ്. പോയിടത്തെ, വന്നിടത്തെ, കണ്ടിടത്തെ ഭക്ഷണങ്ങൾ, പലഹാരങ്ങൾ, ഇങ്ങനെ പലതും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ സംഭാഷണങ്ങൾ, അല്ലാതെ താൻ അനുഭവിച്ച അനുഭവങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് സങ്കല്പിച്ച്. അതുകൊണ്ട് അപ്പൊ രണ്ടായി അനുഭവിക്കുന്നുണ്ട്. സങ്കല്പത്തിലെ അനുഭവമാണതെല്ലാം. ഇതെല്ലാം എന്ത് ചെയ്യണം? കടത്തി വിട്ട് പതുക്കെ മാറ്റിക്കളയണം. വന്ന് കയറി പോകട്ടെ, സ്വപ്നം കണ്ടുപോകട്ടെ, മനോരാജ്യങ്ങൾ എത്ര നാളും ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഇതൊന്നും സത്യമല്ല എന്ന് ധരിക്കണം. ഇതൊക്കെ രണ്ടാമത് ഉണ്ട് എന്ന് വിചാരിക്കുന്നതുണ്ടാകുന്നതാണ്. അതിനെയൊക്കെ നിരോധിക്കണം, തടയണം, മാറ്റി 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 നിർത്തണം. അപ്പോൾ അഭയം ആപ്തയുണ്ടോ. അവിദ്യമാനോക്തവഭാതിഹിദ്വയോ ധ്യാതുർധിയാ സ്വപ്ന മനോരഥോ യഥാ തത്കർമ്മസങ്കൽപ്പ വികൽപകം മനോ ബുധോ നിരുന്ധ്യാദഭയം തതസ്യ. അവിദ്യമാനോക്തവഭാതിഹിദ്വയോ ധ്യാതുർധിയാ സ്വപ്ന മനോരഥോ യഥാ തത്കർമ്മസങ്കൽപ്പ വികൽപകം മനോ ബുധോ നിരുന്ധ്യാദഭയം തതസ്യാത്. ശൃണ്വൻ സുഭദ്രാണി രഥങ്കപാണയർ ജന്മാനി കർമാണി ചയാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി അയൻ വിലജ്ജോ വിചരേതംഗ. ശൃണ്വൻ കേട്ടുകൊണ്ട്, സുഭദ്രാണി സുഭദ്രങ്ങളായ, രഥങ്കപാണേഹി ഭഗവാന്റെ രഥംഗം ചക്രമാണ്. രഥത്തിന്റെ പ്രധാനപ്പെട്ട അംഗം ചക്രമാണ്. അത് കയ്യിലുള്ളവനാണ് രഥാംഗവാണി. ആ രഥാംഗവാണിയുടെ ഭഗവാന്റെ, ചക്രധാരിയായ ഭഗവാന്റെ ജന്മാനി കർമാണി, ജന്മങ്ങൾ, കർമ്മങ്ങൾ, എത്ര എത്ര ജന്മം എടുത്തിട്ടുണ്ട്, എത്ര അവതാരങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്, ഓരോ അവതാരത്തിലും ചെയ്ത കർമ്മങ്ങൾ എത്രയാണ്, യാനി യാവകളാണോ ലോകെ ലോകത്തിൽ, ഗീതാനി നാമാനി തദർത്ഥകാനി യാതൊരു നാമങ്ങളാണോ കീർത്തിക്കപ്പെടുന്നത്, പാടുന്നത്, യാനി നാമാനി ഗീത തത് അർത്ഥകാനി, അതുകൊണ്ട് യാതൊന്നിനെയാണോ അർത്ഥമാക്കുന്നത് ആ ഭഗവത് സ്വരൂപത്തെയും ഗായൻ പാടിക്കൊണ്ട് വിലച്ചോ വിചരേത സംഘ, ലജ്ജയില്ലാതെ അസംഗനായിട്ട്, ഒന്നിനോടും സംഘം ഇല്ലാത്തവനായിട്ട് വിചരേ സഞ്ചരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ഭഗവാന്റെ അവതാരങ്ങളും അവതാര കഥകളും നമുക്ക് പറഞ്ഞത്. ഭക്തി ഉണ്ടാകണം, അതുകൊണ്ട് ജ്ഞാനമുണ്ടാകണം, വിരക്തി ഉണ്ടാകണം. ഇത് എളുപ്പമെന്ന് കിട്ടില്ല. ഒരാൾക്ക് ഭക്തനാകണം, ജ്ഞാനിയാകണം, വിരാഗിയാവണം. യഥാർത്ഥത്തിൽ ഉണ്ടായാൽ മാത്രമേ ഇതിന് ഫലസിദ്ധി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന
മാർഗങ്ങൾ ആദ്യം നിന്ന് സമ്പാദിക്കണം. അതിനാണ് കേൾക്കുക. ഭഗവത് കഥകൾ നിരന്തരമായി കേൾക്കുക. എവിടൊക്കെ ഇത് കേൾക്കാൻ പറ്റുമോ അവിടെ ചെന്ന് അത് ശ്രദ്ധയോടെ കേൾക്കുക. ഇടയ്ക്കിടയ്ക്ക് ഭഗവൻ നാമങ്ങൾ ഉറക്ക ഉച്ചരിക്കാൻ പറ്റുക. അങ്ങനെ ലോകത്തിൽ സഞ്ചരിക്കണം. ഒരു സപ്താഹത്തിൽ നിന്നും ഒരു സത്രത്തിൽ നിന്നും ഒരു വായനയിൽ നിന്നും മറ്റൊരിടത്തേക്ക് ഇങ്ങനെ സഞ്ചരിക്കും. എല്ലായിടത്തും കേൾക്കാനും പറ്റും, നമുക്ക് വായിക്കാനും പറ്റും. രണ്ടും പറ്റണം. വായന മാത്രമല്ല, കേൾക്കലും വേണം. ശൃണ്വൻ, അതേപോലെ സുഭദ്രാണി രഥങ്കമാണി ജന്മാനി കർമാണി ജയാനി ലോകേ ഗീതാനി, അത് പാടണം. നാമാനി തഥകാനി ഗായൻ, അത് വീണ്ടും പാടിക്കൊണ്ട് വിലച്ചോ വിചരേതഭംഗ, ഒരു ലജ്ജയില്ലാതെ അഭംഗനായിട്ട് ശ്രദ്ധയോടുകൂടി ഭഗവത് കഥ കേട്ടുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചാൽ പതുക്കെ രാഗദ്വേഷാദികളായ ചെടികൾ ക്രമേണ നീങ്ങും. അവർക്ക് കടന്നിരിക്കാനുള്ള ഒരു വീടാണ് നമ്മുടെ മനസ്സ്. ഇന്ന് അവർക്ക് ഇന്നത്തെ കയറിയിരിക്കാൻ പറ്റില്ല എന്ന് കണ്ടാൽ അവർ പുറത്തേക്കത്തേ ഉള്ളൂ. കാരണം എല്ലാ സമയവും ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കുകയും കീർത്തിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ മനസ്സ് അറിയാതെ അതിലേക്ക് തന്നെ പോകും. അങ്ങനെ പോയാൽ ഈ മനസ്സിൽ മാലിന്യം എങ്ങനെ കടന്നുകൂടും? രാഗദ്വേഷാദികൾ കടന്നുകൂടാൻ പറ്റാണ്ടാകും. അതുകൊണ്ട് അത് പതുക്കെ ആ ചെടികൾ മഞ്ഞ് സൂര്യപ്രകാശത്തിൽ ഉരുകുന്നത് പോലെ ഉരുകി അതൊക്കെ പതുക്കെ ഇല്ലാതായിട്ട് തന്നിട്ട് അന്ധകരണം പരിശുദ്ധമായി തീരും. ഈ അന്ധകരണത്തിന്റെ പരിശുദ്ധിയാണ് ഭക്തിയുടെ ആരംഭാവസ്ഥ. ഇത് ഉറയ്ക്കണം, ഉണ്ടായാൽ പോരാ. ഞാൻ എപ്പോഴും പറയും, ഭക്തേഹി ഉൽപ്പത്തി പോരാ, വൃത്തി വേണം. നമുക്ക് ഉൽപ്പത്തി ഉണ്ട്, നമ്മളൊക്കെ ഭക്തന്മാരാണ്, ഭക്തി ഉണ്ടാകുന്നുണ്ട്, സത്യമാണ്. പക്ഷെ ആ ഭക്തിക്ക് നമുക്ക് എന്തുണ്ടാവില്ല? അഭിവൃദ്ധി ഉണ്ടാവില്ല. അതിനെ പരിപോഷിപ്പിച്ച് വളർത്തി കൊണ്ടാൽ നോക്കില്ല. പരിപോഷിപ്പിച്ച് വളർത്തിക്കൊണ്ടിരുന്ന രാഗദ്വേഷാദികളെയാണ്. അപ്പൊ എങ്ങനെ ഉള്ളിൽ ശുദ്ധമാകും? എത്ര പ്രാവശ്യം ഭാഗവതം വായിച്ചിട്ടും ഫലമില്ലാണ്ടാകും. അന്ധകരണം ശുദ്ധമായെങ്കിൽ മാത്രമേ ഇതിനെ ഫലം കിട്ടിയിട്ടുള്ളൂ. അപ്പോഴേ ഭക്തി ഉറയ്ക്കാൻ പറ്റുള്ളൂ. ഭക്തി ഉറച്ചെങ്കിലേ അറിവ് നേടാൻ പറ്റൂ. അങ്ങനെ നേടിയെങ്കിൽ മാത്രമേ വിരക്തി ഉണ്ടാക്കാൻ പറ്റൂ. അല്ലെ വിരക്തി വരില്ല. ഭക്തിയുണ്ട്, പക്ഷെ വിരക്തി വരില്ല. വിട്ടുപോരാൻ പറ്റില്ല. ആസക്തി കൂടിക്കൊണ്ടേയിരിക്കും. ഭക്തിയും കൂടും, ആസക്തിയും കൂടും. ഇങ്ങനെ പതുക്കെ ആ പരമേശ്വരനിൽ ഏറ്റവും അധികം പ്രേമസ്വരൂപമായ ഭക്തി കുറച്ച് അന്ധകരണം ശുദ്ധമായാൽ എല്ലാ ലൗകികതകളിൽ നിന്നും വിരക്തി നേടിയിട്ട് അറിയാതെ ഭഗവത് സ്വരൂപത്തിലേക്ക് തന്നെ ലയിക്കും. അത് മാത്രമേ ഉള്ളിലുള്ളൂ, അത് മാത്രമേ പറയാനുള്ളൂ, അത് മാത്രമേ കേൾക്കാനുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഉള്ളിൽ വെച്ചിട്ട് എന്താ കാര്യം? ബാക്കി എത്ര കഥകൾ പാടി ആടി നടന്നിട്ട് എന്താ കാര്യം? ഇല്ല എന്ന് പതുക്കെ ബോധ്യമാണ്. ശൃണ്ണൻ സുഭദ്രാണി രഥങ്കവാണിർ ജന്മാനി കർമാണി ചയാനി ലോകേ ഗീതാനി നാമാനി തഥകാനി ഗായൻ വിലജ്ജോ വിചരേ രസംഗ. ശൃണ്ണൻ സുഭദ്രാണി രഥങ്കവാണിർ ജന്മാനി കർമാണി ചയാനി ലോകേ ഗീതാനി നാമാനി തഥകാനി ഗായൻ വിലജ്ജോ വിചരേ രസംഗ. ഏവം വ്രത സ്വപ്രിയനാമകൃത്യാജാതാനുരാഗോ ദ്രുതചിത്ത ഉച്ചൈഃ ഹസത്യഥോ യോതി തിരൗതികായതി ഉന്മാദവന്നത്യതിലോകവാഹ്യം. ഏവം വ്രതഃ, ഇങ്ങനെ വരിച്ചവൻ, വൃത്തിയെ വരിച്ചവൻ. വ്രതൻ എന്ന് വെച്ചാൽ വരിച്ചവൻ, സ്വീകരിച്ചവൻ എന്നാണ്. ഏവം വ്രതഃ, ഇങ്ങനെ ഭക്തിയെ മാത്രം വരിച്ചവൻ. സ്വപ്രിയ നാമകീർത്തിയ, തന്റെ പ്രിയനായ ഭഗവാന്റെ നാമങ്ങളെ കീർത്തിക്കുന്നത് കൊണ്ട്. സ്വപ്രിയ നാമകീർത്തിയ, തന്റെ പ്രിയൻ ആരാണ്? ഭർത്താവല്ല, മക്കളല്ല, കൂട്ടുകാരല്ല, ബന്ധുക്കളല്ല, ഭഗവാൻ മാത്രം. സ്വപ്രിയ നാമകീർത്തിയ,
ആ ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കുന്നത് കൊണ്ട് ജാതാനുരാഗവും പതുക്കെ ഭഗവാനോട് അനുരാഗമുള്ളവരായിത്തീരും. രാഗമുണ്ടായി അത് വീണ്ടും 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 വളർന്നു വരുമ്പോൾ അനുരാഗമാണ്. ഭക്തിയുടെ ഉൽപ്പത്തിയല്ല, ഭക്തിയുടെ വൃദ്ധിയാണ് ഇവിടെ അനുരാഗം ആയി പറഞ്ഞിരിക്കുന്നത്. ജാതാനുരാഗോ ദ്രുതചിത്ത ഉച്ചൈഹി, ദ്രുതമായ ദ്രവീഭവിച്ച ചിത്തം, ദ്രുതചിത്ത മനസ്സ് ദ്രവീഭവിക്കുകയാണ്. ഭഗവാനിലേക്ക് മനസ്സ് ദ്രവമായി ഒലിച്ചിറങ്ങിപ്പോവാണ്. മഞ്ഞുകട്ട എങ്ങനെ ദ്രവമായി മാറുന്നുവോ അതുപോലെ തന്റെ മനസ്സിൽ കട്ട പിടിച്ചിരുന്ന എല്ലാവിധ മാലിന്യങ്ങളും ഒഴുകിപ്പോയി കഴിയുമ്പോൾ പിന്നെ പരിശുദ്ധമായ ഒന്നുമില്ല. മഞ്ഞുകട്ട ഒഴുകി പിന്നെ മഞ്ഞില്ല, പിന്നെ വെള്ളം മാത്രമേ ഉള്ളൂ. ദ്രുതചിത്ത എന്നിട്ട് ഉച്ചേഹി ഉറക്കെ, അഫതി ഉറക്കെ ചിരിക്കും, അറിയാം. അധോരോദിതി പെട്ടെന്ന് കരയും, രൗതി സ്തുതിക്കും, ഗായതി പാടും, ഉന്മാദവന്യതി ഉന്മാദനെ പോലെ ഭ്രാന്തനെ പോലെ നൃത്തം ചെയ്യും. ലോകബാഹ്യ താൻ ലോകത്തിന്റെ ബാഹ്യമാണ്, താൻ ലോകത്തിലല്ല, ലോകത്തിന്റെ പുറത്താണ് താൻ, ലോകത്തിന്റെ ബാഹ്യനാണ് താൻ എന്നിങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഭക്തിയുടെ മൂർധന്യാവസ്ഥയിൽ പാടും. അറിയാതെ കണ്ണിന് കണ്ണീര് വരും. ആദ്യം ഉണ്ടാവണമെന്നില്ല. ഒരേ കഥ തന്നെ പിന്നെയും പിന്നെയും പാടുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പതുക്കെ അറിയാതെ കണ്ണിന് കണ്ണുനീര്. ഈ കണ്ണുനീര് ഉള്ളിൽ ഭക്തി ഉറയ്ക്കുന്നു എന്നുള്ളതിന് അടയാളമാണ്. അത് പലർക്കും അനുഭവമാണ്. ഭഗവത് കഥകൾ മനസ്സിരുത്തി ലയിച്ച് പാടിക്കൊണ്ടിരുന്നാൽ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണീര് കവിളിലൂടെ ഒഴുകി വരും. അത് ഭക്തി അകത്ത് ഉറയ്ക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. അതേപോലെ ചിലപ്പോൾ ഈ ഭഗവത് കഥകൾ കേട്ട് അറിയാതെ ചിരിച്ചോ, ആയി എന്തൊരു ഭംഗിയത്, അങ്ങനെ ചിരിക്കും, അതുപോലെ കരയും, ശബ്ദമുണ്ടാക്കും, പാടും, ഉന്മാദനെ പോലെ അറിയാതെ എഴുന്നേറ്റ് നൃത്തം ചെയ്തു വരാം. താൻ ചെയ്യുന്നു അറിയത്തില്ല, താൻ നൃത്തം ചെയ്യുക എന്നൊരു ബോധം കാണികൾക്കുണ്ടാകും. ഇതൊരു കഷ്ടമാണ്, ഈ കാണിക്കുന്ന വികൃതിയല്ലേ, ഇത് നാട്യമാണോ, നൃത്തം ചെയ്യുന്നത് ഇങ്ങനെയാണോ, ഒരു ഭക്തൻ ഇങ്ങനെ ആകാമോ എന്നൊക്കെ വെളിയിൽ നിൽക്കുന്നവർക്ക് തോന്നും. പക്ഷെ ഇദ്ദേഹത്തിന് അറിയില്ല, ഞാൻ നൃത്തം ചെയ്യുന്നൊരു ബോധം അദ്ദേഹത്തിനില്ല. പണ്ടെങ്കിലല്ലേ ഒരു ഈ ആക്ഷേപം. അതിൻ്റെയൊക്കെ അപ്പുറത്താണ് താൻ, തന്റെ മനസ്സ് മുഴുവൻ ഭഗവാനിലാണ്. പിന്നെ തന്റെ ഈ ഭാവങ്ങൾ മാറി മാറി വന്നു പൊക്കൊണ്ടേയിരിക്കും. ഇത് ഭക്തിയുടെ പരമോന്നതമായ ഒരു ലക്ഷണമാണ്. പരമഭാഗവതനെ കുറിച്ച് ചോദിച്ചതിന് മറുപടിയാണ്. അപ്പൊ സന്തോഷം ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള അഭേദചിന്ത ഉള്ളിൽ ഉറയ്ക്കുമ്പോഴാണ്. ഭേദചിന്തയുണ്ടായാൽ ഭയമാണ് ഉണ്ടാകുന്ന, ഭക്തിയല്ല. നമ്മൾക്ക് വേണ്ടത് ഭയമല്ല, ഭക്തിയാണ്. ലൗകികമായ ഏത് സുഖം അനുഭവിക്കുന്നതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു പരമസുഖ അനുഭവത്തിലേക്കാണ് ഇവിടെ ഭക്തൻ എത്തുന്നത്. ഇനിയും തനിക്ക് ബാഹ്യലോകത്തിലേക്ക് തിരിഞ്ഞു പോകാൻ പറ്റില്ല. ലോകബാഹ്യ, ലോകം തന്റെ ബാഹ്യമാണ്, അപ്പുറത്താണ് എന്നിങ്ങനെ സ്വയം ഉറച്ച് അനുഭവിക്കുന്ന ഒരവസ്ഥ ഒരു ഭക്തനുണ്ടാകും. അതുകൊണ്ട് ഈ ഓരോരോ ഭാവങ്ങൾ വന്നു പോകുമ്പോൾ അതൊക്കെ ഭക്തി ഉണ്ടായതിനെ ഉറപ്പിക്കാനുള്ള അടയാളമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ വീണ്ടും വീണ്ടും ഭഗവത് ലീലകൾ പാടുകയും കേൾക്കുകയും അതനുഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ അതാണ് ഭക്തിയുടെ ഏറ്റവും പരമോന്നതമായ അവസ്ഥ എന്ന് ഭക്തി ഒരു ഭക്തന്റെ മനോഭാവത്തിൽ ആരാണ്, എങ്ങനെയുള്ളവരാണ്, ഇതൊക്കെ ഒരു ഭക്തന്റെ ലക്ഷണങ്ങളാണ്. ഗീതയും അങ്ങനെയാണ്. ഭക്തിയെ കുറിച്ചല്ല പറയുക, ഭക്തനെ കുറിച്ചാണ്.
ഭഗവത്ഗീതയിലെ ഒരു അധ്യായം മുഴുവൻ ഭക്തിയോഗത്തെ കുറിച്ച് പറയും. പക്ഷെ അവിടെ ഭക്തിയെ കുറിച്ചല്ല, ആ ഭക്തി അനുഭവിക്കുന്ന ഒരു ഭക്തനെ കുറിച്ചാണ്. ആ ഭക്തൻ എങ്ങനെയൊക്കെയുള്ളവരായിരിക്കണം എന്നാണ് അവിടെയും പറയുന്നത്. അതുകൊണ്ട് ഒരു വാസ്തവികമായ ഈ ഭക്തി ഉള്ളിൽ കുറച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും അയാൾക്ക് പിന്മാറാൻ പറ്റാതെയുള്ളതാണ്. ചിത്തഭ്രമം ഉണ്ടായിട്ടല്ല ഇത് എന്ന് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവണം. നമ്മൾ വിചാരിക്കും ചിത്തഭ്രമം കൊണ്ട് ഭ്രാന്ത് കളിക്കുകയാണ് ഇത് എന്നൊക്കെ നമുക്ക് തോന്നില്ല. കാരണം ലൗകികമായ മാനാപമാനങ്ങള്, ലജ്ജ, സുഖദുഃഖങ്ങൾ ഇതൊന്നും അയാൾ ബാധിക്കില്ല. അതിൻ്റെ അപ്പുറത്താണ് ഇയാൾ. അതുകൊണ്ട് ലൗകികമായ ഭാവത്തിൽ നിന്നും മനസ്സിനെ സമ്പൂർണമായും മാറ്റിയെടുക്കുമ്പോൾ ഭക്തന്റെ പരമോന്നതമായ ഒരടയാളമാണ്. ഏവം സ്വപ്രിയനാമകൃത്യാം യാതാനുരാഗോ ദ്രുതചിത്തൗച്ഛൈ അസത്യധോരോതിരൗദികായതീം ഉന്മാദവൻ ലോകഭാഷ്യം. ഏവം സ്വപ്രിയനാമകൃത്യാം യാതാനുരാഗോ ദ്രുതചിത്തൗച്ഛൈ അസത്യധോരോതിരൗദികായതീം ഉന്മാദവൻ ലോകഭാഷ്യം. അങ്ങനെ ലോകവാക്യനായിട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. ഖം വായുമഗ്നിം സലിലം മഹീംഷ്ട ജ്യോതിംഷി സത്വാന്തി ചോദ്രുമാദീൻ ഫരിത് സമുദ്രം ശഹരേ ശരീരം യത്കിഞ്ചഭൂതം അമേളന്യം. ഖം ആകാശത്തെയും, വായു അഗ്നി സലിലം മഹീംച ആകാശം, വായു, അഗ്നി, വെള്ളം, ഭൂമി, പഞ്ചഭൂതം. ഖം വായു അഗ്നി സലിലം മഹീംഷ ജ്യോതിഷി. ജ്യോതിഷുകൾ ഇവിടെ കാണപ്പെടുന്ന സകലതരം പ്രകാശങ്ങളെയും അതേപോലെ സത്വാൻ ജീവജാലങ്ങൾ, മൃഗങ്ങളെ, ദിശോ ദിക്കുകൾ, തിരുമാതിയൻ വൃക്ഷാദികളെ, പരിത് സമുദ്രാംശ നദികൾ, സമുദ്രങ്ങൾ, ഇതൊക്കെ ഹരേ ശരീരം, ഇതൊക്കെ സാക്ഷാൽ ഭഗവാന്റെ ശരീരമാണ് സ്വയം തിരിച്ചറിയും. ആ അവസ്ഥയിൽ അതുവരെ ഇല്ല. ഇതിയുടെ ഓരോരോ ഘട്ടങ്ങളെ കുറിച്ച് ഉദ്ഘാടനം ചെയ്ത് തുറന്ന് നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. 2-3 ഘട്ടങ്ങളിലൂടെ ഇപ്പൊ കടന്നു പോകുന്നു. ഇനിയും ഇവൻ പഞ്ചഭൂതങ്ങൾ 5ഉം ഭഗവാന്റെ ഈശ്വര അംശം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. വെള്ളം വേറെയല്ല, വെള്ളം ഈശ്വരൻ തന്നെയാണ് എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളെയും അതേപോലെ കാണപ്പെടുന്ന മിന്നൽ, ആദിത്യൻ മുതലായ പ്രകാശജാലങ്ങളെയും അതേപോലെ ഇവിടെ കാണപ്പെടുന്ന സമസ്ത ജീവജാലങ്ങളും ഇവിടെയുള്ള ഓരോ വൃക്ഷലതാദികളും ഇവിടെ കൂടെ ഒഴുകുന്ന നദികളും സമുദ്രങ്ങളുമെല്ലാം ഭഗവാന്റെ ശരീരമാണ് എന്ന് യത്കിഞ്ചഭൂതം പ്രണമേത അനന്യ. യത്കിഞ്ച യാതൊക്കെയാണോ ഉള്ളത്, ഭൂതം ഭവിച്ചത് എന്തൊക്കെയാണോ, ഉണ്ടായത് എന്തൊക്കെയാണോ, അതൊക്കെ അനന്യ പ്രണമേത് അന്യമല്ലാത്തതായിട്ട് കണ്ട് നമസ്കരിക്കണം. അനന്യ അന്യമല്ലാത്തതായി കണ്ട് ഭഗവാൻ തന്നെയാണ് എന്ന് കണ്ട് പ്രണമേത് പ്രണമിക്കണം, നമസ്കരിക്കണം. ഫരിത് സമുദ്രം ശഹര്. ഖം വായുമഗ്നിം സലിലം മഹിംശാം ജ്യോതിംഷി സത്വാന്തി ചോദ്രുമാദീൻ ഫരിത് സമുദ്രം ശഹരേ ശരീരം ഭൂതം സമേതന്യ. ഖം വായുമഗ്നിം സലിലം മഹീംച ജ്യോതിംഷി സത്വാന്തി ചോദ്രുമാദീൻ ഫരിത് സമുദ്രം ശഹരേ ശരീരം യത്കിഞ്ചഭൂതം പ്രണമേതനന്യ. ഭക്തി പരേശ അനുഭവോ വിരക്തി അന്യത്രദേശത്രിക ഏകകാലം പ്രവദ്യമാനഭ്യസസ്നതസ്തു തുഷ്ടിക്ഷുതപായോ ഭാസം.
ഭക്തി പരീശാനുഭവ. പരീശനായ, പരമനായ, ഈശ്വരനായ, പരീശനായ ആ ഭഗവാന്റെ അനുഭവം, ആ ഈശ്വര തത്വത്തെ അനുഭവിക്കാൻ പറ്റുകയാണ്. പരീശാനുഭവ വിരക്തി. അതുണ്ടായാലേ വിരക്തി ഉണ്ടാവുള്ളൂ. അന്യത്ര ചൈഷ ത്രിക ഏകകാല. അന്യത്ര മറ്റൊരിടത്ത്, ഏഷത്രിക ഈ മൂന്നും അശ്നത ഭക്ഷിക്കുന്നവനെ അഞ്ഞൂറ്റി 544 544 ഭക്തിപരേശാനുഭവോ വിരക്തിരജ്ഞത്രൈഷത്രികേകകാലാം പ്രപദ്യമാനഫ്യതശ്നതസ്സു. പ്രപദ്യമാനഫ്യ, ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഒരാൾക്ക് ഭക്തി പരീശാനുഭവം. പ്രപദ്യമാനസ്യ ഭക്തി പരീശാനുഭവം. ഇങ്ങനെ ഒരു ജന്മം കൊണ്ട് ചിലപ്പോ ഫിസിച്ചില്ലെന്ന് വരാം, ജന്മാന്തരങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോ കിട്ടുക. അതുകൊണ്ട് ഇപ്പൊ ഈ ജന്മത്തിൽ ഇത്രയും ചെയ്യുന്നു എന്ന് കിട്ടണം എന്ന് വിചാരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ അത്ര കൂമ്പാരമാണെങ്കിൽ അത് പതുക്കെ പതുക്കെ അലിയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാറ്റിനെയും ഭഗവാനായി കണ്ട് ഇരിക്കുന്ന ഒരു പുരുഷന് യഥാർത്ഥത്തിൽ ഉണ്ടായ ഈ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ മൂന്നും ഒരേ സമയത്ത് ഒരാൾക്കുണ്ടാകും. ഭക്തി ഉണ്ടാകും, ജ്ഞാനം ഉണ്ടാകും, വൈരാഗ്യം ഉണ്ടാകും. ത്രിക ഏകകാല, ഇത് മൂന്നും ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ, ത്രികങ്ങൾ മൂന്നും ഏകകാലത്തുണ്ടാകും. ഒരിക്കൽ ഭക്തി ഉണ്ടായി, പിന്നെ ജ്ഞാനം ഉണ്ടായി, പിന്നെ വിരക്തി ഉണ്ടായി എന്നുണ്ട്. ഇത് മൂന്നും ഒരുപോലെ എടുത്തിരിക്കാം. ആർക്ക്? പരീശാനുഭവവും പരമേശ്വര അനുഭവമായി തീരുന്ന ഭക്തി ആർക്കാണോ ഉള്ളത് അവർക്ക് വിരക്തി ഉണ്ടായിട്ട് ഇത് മൂന്നും കൂടി ഏകകാലത്ത് അനുഭവിക്കാൻ പറ്റും. യഥാ അശ്നതസ്യു തുഷ്ടി പുഷ്ടി, എപ്രകാരമാണോ അശ്നത ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനെ എപ്രകാരമാണോ തുഷ്ടിയും പുഷ്ടിയും ക്ഷുതപായവും ഉണ്ടാവുക. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തുഷ്ടി സ്വാദുകൊണ്ട് സന്തുഷ്ടി ഉണ്ടാകും. അപ്പൊ തന്നെ അത് ഉള്ളിൽ ചെന്നിട്ട് ദേഹത്തിന് പുഷ്ടി ഉണ്ടാകും. അപ്പൊ തന്നെ ക്ഷുത് അപായം, വിശപ്പ് നഷ്ടപ്പെടും.
അനുഖാഫം ഓരോ ഉരുള കഴിക്കുമ്പോഴും ഇത് മൂന്നും ഒരാൾക്ക് ഒന്നിച്ച് അറിയുന്നത് പോലെയാണ് ഇവിടെ ഒരു പരമഭക്തനായ ഒരാൾക്ക് ഇത് മൂന്നും കൂടി ഒരുപോലെ അനുഭവിച്ചറിയാൻ പറ്റും. അതിന് നിത്യേന നമ്മൾ ചെയ്യുന്ന ഒരു ഉദാഹരണം എടുത്ത് ചൂണ്ടിക്കാണിച്ചാണ് എത്ര സുന്ദരമായ രൂപമാണ്. ഓരോ ഉരുള കഴിക്കുമ്പോഴും വിശപ്പടങ്ങിക്കൊണ്ടേയിരിക്കും. ഉരുള കഴിക്കുക എന്നുള്ള പ്രവൃത്തിയും വിശപ്പടങ്ങുക എന്നുള്ള പ്രവൃത്തിയും ഒരേ കാലത്തുണ്ടാവുകയല്ലേ. ഇത് കഴിച്ചു കുറെ കഴിഞ്ഞ് വിശപ്പടങ്ങും എന്നില്ല. അങ്ങനെ കഴിച്ചു വിശപ്പടങ്ങി തന്നെ എന്താണ്, അത് ദഹിച്ച് ശരീരത്തെ നാനാഭാഗങ്ങളിലേക്ക് പതുക്കെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. എല്ലാം ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒക്കെ ഒരാൾക്ക് തന്നെ ഏകകാലത്തിൽ സംഭവിക്കാവുന്നതാണ് എന്ന് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നതാണ് ബുദ്ധിപ്രത്യ. ഭക്തി പരേഷാനുഭവോ വിദഗ്ധി അന്യത്വചൈഷത്വക ഏകകാലം പ്രവദ്യമാനഫ്യഥഷ്ണതഫ്യു തുഷ്ടി പുഷ്ടിക്ഷുതവായോ അനുഖാഫം ഓരോ ഉരുള കഴിക്കുമ്പോഴും ഭക്തി പരേഷാനുഭവോ വിദഗ്ധി അന്യത്രൈഷത്വക ഏകകാലം പ്രവദ്യമാനഫ്യഥഷ്ണതഫ്യു തുഷ്ടി പുഷ്ടിക്ഷുതവായോ അനുഖാഫം. ഭക്തി പരേഷാനുഭവോ വിദഗ്ധിരന്യത്രൈഷത്രിക ഏകകാലം പ്രവദ്യമാനഫ്യഥഷ്ണതഫ്യു തുഷ്ടി പുഷ്ടിക്ഷുതവായോ അനുഖാഫം. ഇത്യച്യുതംഘ്രിം ഭജതോ അനുവൃത്യാ ഭക്തവിരക്ത ഭഗവത് പ്രബോധം ഭവന്തി വൈ ഭാഗവതസ്യരാജൻ തതഃപരം ശാന്തിമുപൈതി സാക്ഷാത്. ഇത് അച്യുത അംഘ്രിം ഭജതോ, ഇങ്ങനെ അച്യുതനായ ഭഗവാന്റെ പാദപങ്കജം ഭജിക്കുന്ന ഒരാൾക്ക് അനുവൃത്തിയ, അതിനെ വീണ്ടും വീണ്ടും അനുസരിക്കുന്നത് കൊണ്ട്, അനുവൃത്തി എന്ന് പറയുന്നത് അതിൻ്റെ വീണ്ടും വീണ്ടുമുള്ള ആചരണമാണ്, ഒരിക്കൽ മാത്രം പോരാ എന്നർത്ഥം. ഒരു പ്രാവശ്യം ഞാൻ ഇതൊക്കെ ചെയ്തു, ഇതുകൊണ്ട് മതി. ഒരു നേരം ഭക്ഷണം കഴിച്ചു, വിശപ്പടങ്ങി, പുഷ്ടി പ്രാപിച്ചു, അടുത്ത നേരം വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല. അനുവൃത്തിയാണത്. 3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഇതൊക്കെ തന്നെ ചെയ്യേണ്ടി വരും. പിന്നെയും കുറെ കഴിയുമ്പോൾ വിശക്കും. അപ്പോഴിതൊക്കെ ഇതുപോലെ ആയിരിക്കണം. അതുകൊണ്ടാണ് പിബത ഭാഗവതം രസം എന്നാദ്യം തന്നെ പറഞ്ഞത്. ദാഹിക്കുമ്പോഴൊക്കെ കുടിച്ചോളൂ എന്നാണ്, ഒരേ വെള്ളം തന്നെ. അപ്പൊ ഇങ്ങനെ ആവർത്തിച്ച് അനുക്രമമായും അച്യുതന്റെ പാദത്തെ ഭജിക്കുന്നവർക്ക് ഭക്തി വിരക്തി ഭഗവത് പ്രബോധ, ഭക്തിയും വിരക്തിയും ഭഗവത് പ്രബോധവും തത്വജ്ഞാനം, അതാണ് പ്രബോധം, ഭഗവത് ജ്ഞാനവും ഭവന്തി വൈ ഉണ്ടാകുക തന്നെ ചെയ്യും തീർച്ചയാണ്. ഭാഗവതസ്യരാജൻ, ഹേ ഭാഗവതത്തിന് മഹാത്മ്യം ഇതാണ്, ഹേ രാജൻ എന്ന് ഈ നവയോഗികളുടെ ആദ്യത്തെ ആളായ കവി യദു മഹാരാജാവിൽ ഉപദേശിച്ചു കൊടുത്തു. തതഃപരം ശാന്തിമുപൈതി സാക്ഷാത്, അതിനുശേഷമാണ് സാക്ഷാത്തായ ശാന്തി മോക്ഷം ഉണ്ടാവുകയും. ഇത് മൂന്നും അനുഭവിച്ച് കുറെ കാലം കഴിയുമ്പോഴായിരിക്കും മോക്ഷം ഉണ്ടാകാൻ പറ്റുക, പെട്ടെന്നല്ല. അതുകൊണ്ട് ഭക്തിമാർഗം ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് വിരക്തിയും ജ്ഞാനവും ഉണ്ടാവും. ഇത് മൂന്നും ഒരേ കാലത്തുണ്ടാകും. ഇത് ആര് സ്വീകരിച്ചാലും അവർക്കുണ്ടാകും. ആര് ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറും. അവിടെ പാപിയെന്നോ മൂർഖനെന്നോ ദുഷ്ടനെന്നോ ചണ്ടാലെന്നോ ഒരു ഭേദവുമില്ല. ആര് ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറും. ആരിതൊക്കെ അനുഷ്ഠിച്ചാലും അവർക്ക് ഭക്തി ഉണ്ടാകുകയും ചെയ്യും. ഇതാണ് ഭഗവത് ഭക്തിയുടെ ലക്ഷണം. അതുകൊണ്ട് അന്ധകരണം സിദ്ധി വന്ന അങ്ങേക്ക് ഇനി ക്ഷണത്തിൽ ഇതൊക്കെ എളുപ്പം സാധിക്കാവുന്നതാണ് എന്ന് കവി ഈ യദുചക്രവർത്തിയോട് ഉപദേശിച്ചത് ഞാനിപ്പോൾ അങ്ങയോട് പറയാൻ പോകുന്നു എന്ന് നാരദൻ വസുദേവർക്ക് ഉപദേശിക്കുകയാണ്.
ഇത്യച്യുതംഘ്രിം ഭജതോ നിവൃത്യാ ഭക്തതു വിരക്ത ഭഗവത് പ്രബോധ ഭവന്തി വൈ ഭാഗവതസ്യ രാജം തതഃ പരം ശാന്തിമുപൈതി ഭക്ഷാത്. ഇത്യച്യുതാംഘ്രിം ഭജതോ നിവൃത്യാ ഭക്തതു വിരക്ത ഭഗവത് പ്രസാദാത് ഭഗവത് പ്രബോധ ഭവന്തി വൈ ഭാഗവതസ്യ രാജം തതഃ പരം ശാന്തിമുപൈതി ഭക്ഷാത്. ഇത്യച്യുതാംഘ്രിം ഭജതോ നിവൃത്യാ ഭക്തതു വിരക്ത ഭഗവത് പ്രബോധ ഭവന്തി വൈ ഭാഗവതസ്യ രാജം തതഃ പരം ശാന്തിമുപൈതി ഭക്ഷാത്. എന്നിങ്ങനെ ഒരു പരമഭാഗവതന്റെ ഭക്തി എന്താണെന്ന് പറഞ്ഞിട്ട് ആ ഭക്തി അനുഭവിക്കുന്ന ഒരാളുടെ ലക്ഷണം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് അടുത്ത രാജാവിന്റെ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും, ഇതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷയം. ഒരു ഭക്തനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇയാൾ ഭക്തനാണോ കപട ഭക്തനാണോ എന്ന് തിരിച്ചറിയാൻ ഒരു വഴിയില്ല. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്, കാവി കൊടുത്തിട്ടുണ്ട്, ചന്ദനമുണ്ട്, ഭസ്മമുണ്ട്, സിന്ദൂരമുണ്ട്, രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ട്, കയ്യിലൊക്കെ പലതരത്തിലുള്ള ചരടുകൾ കെട്ടിയിട്ടുണ്ട്. പിന്നെന്താണ്, അമ്പലത്തിൽ എന്നും പോകുന്നവനാണ്, അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറക്ക നാമം ചൊല്ലി ചുറ്റുന്ന ദർശനം ചെയ്യുന്നവനാണ്. ഇങ്ങനെ കുറേ അടയാളങ്ങൾ നമ്മളിപ്പോ കാണുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭക്തന്റെ അടയാളമാണോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് അതിന്റെ മറുപടിയാണ് ഈ അധ്യായം തീരുന്നവരെ. ഇത് നമുക്ക് അറിയേണ്ടതാണ്. എങ്ങനെ തിരിച്ചറിയും ഒരു ഭക്തനെ? യഥാർത്ഥ ഭക്തന്റെ സ്വരൂപം എന്താണ് നമുക്ക് അറിയേണ്ടതാണ്. ഇതുവരെ ഭക്തിയെ കുറിച്ച് പറഞ്ഞു. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഒന്നിച്ചു വരും, ഒരേ കാലത്ത് ഇതെല്ലാം അനുഭവിക്കാൻ പറ്റും എന്ന് അതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ട് ഇനിയും ഭക്തലക്ഷണത്തെ കുറിച്ച് പറയാൻ പറ്റുകയാണ്. എന്ന് വെച്ചാൽ എന്ത് അടയാളം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്ന് പറയാൻ പറ്റുകയാണ് രാജാവിന്റെ ചോദ്യം. അതാണ്. നമുക്ക് ആ ചോദ്യം അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാം. ചോദ്യവും ഉത്തരവും അടുത്ത ദിവസമാവാം. ഇന്ന് ഇവിടെ സംസാരിക്കാൻ ആർക്കെങ്കിലും സംശയമാണെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ സംശയമില്ലെങ്കിൽ സംസാരിക്കാം. പൂർണ്ണമത പൂർണ്ണമാതായ പൂർണ്ണശിഷ്യതി. ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സർ. നമസ്തേ. നമസ്തേ സർ.